ടൈം ട്രാവൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ വളരെ ലാഘവത്തോടെ ചില ആൾക്കാർ പറയും ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിച്ചാൽ മതിയല്ലോ എന്ന്. കേട്ടാൽ തോന്നും ഫിസിക്കലി അത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. നമ്മുടെ മനുഷ്യ ശരീരം ഭൂമിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റെല്ലാ സാധാരണ ലിവിങ് ബീങ്സിനെയും പോലെ. സാധാരണയായിട്ട് നമ്മൾ ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് 1G ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ്. ഈ ജിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഭാരം, പ്രഷർ ഇവയും കൂടും. ഒരു ഫോർമുല 1 ഡ്രൈവർ ഹൈ സ്പീഡിൽ പോകുമ്പോൾ 5G വരയ്ക്കും എക്സ്പീരിയൻസ് ചെയ്യും. ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആസ്ട്രോനോട്ടുകൾ 4G വരയ്ക്കും. ഒരു ഫൈറ്റർ ജെറ്റ് പൈലറ്റ് ഏതാണ്ട് 9G വരെ. എന്ന് വെച്ചാൽ ഇത്രയും ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യും. സൈഫൈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒറ്റയടിക്ക് ഇതുപോലെ ലൈറ്റ് സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തിന് ഇൻഫൈനൈറ്റ് ആയിരിക്കും G ഫോഴ്സ് അനുഭവിക്കുക. 1.1 സെക്കൻഡിൽ 46G സർവൈവ് ചെയ്ത ജോൺ സ്റ്റാപ്പിന് അദ്ദേഹത്തിൻ്റെ റിബ്സും പൊട്ടിപ്പോയിട്ടുണ്ട്, കണ്ണിനും ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അടുപ്പിച്ചൊരു 15-20 സെക്കൻഡ് 10G എക്സ്പീരിയൻസ് ചെയ്ത ഒരു മനുഷ്യൻ ബ്ലാക്ക് ഔട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ലൈറ്റ് സ്പീഡിൽ പോയി ടൈം ട്രാവൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് അത്ര എളുപ്പമല്ല.